ഓപ്പറേഷൻ തൂഫാൻ വളരെ കാര്യമായിട്ട് നടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ട കുക്കറിനുള്ളിൽ കഞ്ചാവ് വേവിച്ചെടുക്കുന്ന ഒരു വാർത്ത വരെ നമ്മൾ കണ്ടു. പല നല്ലവരായ ഉണ്ണികളും അറസ്റ്റിലാകുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഈ ഉണ്ണികൾ മാത്രമാണ് അറസ്റ്റിലാകുന്നത്. എന്തുകൊണ്ട് സ്ത്രീകളെ ചെക്ക് ചെയ്യുന്നില്ല? ഞാനൊരു സ്ത്രീയാണ്, എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അടിക്കില്ല. അല്ല, അതിന് കാരണമുണ്ട് മാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയിട്ടുള്ള ലിസ്റ്റുകൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സിനിമാ ബന്ധങ്ങൾ നിലനിർത്തുന്ന പലരും പിടിയിലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്ത്രീകളെയും ചെക്ക് ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതല്ലേ വേണ്ടത്? തിരുവനന്തപുരത്തെ മേയർ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ വി രാജേഷ്, അദ്ദേഹം ഒരു വലിയ കഞ്ചാവിൻ്റെ വലിയ ഇലകളുടെ ഇത് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ആഭ്യന്തരമന്ത്രിക്കൊപ്പം ഞങ്ങൾ സജീവമായിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ ഓരോ പൊതുപ്രവർത്തകരും സ്വയമായിട്ടൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് കെട്ടുകെട്ടിക്കാൻ പറ്റും. മെയിൻ ഡിവിഷൻ്റെ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ശരിക്കും നല്ലോണം അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വോണ്ട് ബിലീവ്, ഞാൻ ഇപ്പോൾ 6 മാസമായിട്ട് കൗൺസിലർ അല്ല, എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ വകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ അരുൺ തന്നെയാണ് പേര്, അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അരുൺ പെട്ടെന്ന്? അല്ല, ഞാൻ വിചാരിക്കായിരുന്നു മാഡം ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മളിങ്ങനെ പറന്ന് നടക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചതാണ് മാഡം. അപ്പം അങ്ങനെ ഓഫീസർമാരെ ഞാൻ നിലം തൊടിപ്പിക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാർ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ നിന്ന് നോക്കും. എന്നിട്ട് ഞാൻ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് അപ്പുറത്ത് നോക്കുക ഇപ്പുറത്ത് നോക്കുക, ഇത് കൊട്ടയിലേക്ക് മാറി വെക്കുന്നത് ഞാൻ കണ്ടു എന്നും പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഒഫീഷ്യലായി നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഓരോന്നും കണ്ടുപിടിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം പേര് ഇതിൽ കണ്ണികളായിട്ടുണ്ട്. പുരുഷന്മാർ മാത്രമല്ല. ഒരു പോലീസ് ഓഫീസർ എന്നോട് പറയുകയുണ്ടായി, സ്ത്രീകൾ തലമുടി കെട്ടിവെച്ചിരിക്കുന്നു, അതിൻ്റെ ഉള്ളിൽ എത്ര ഗ്രാം സാധനങ്ങൾ വയ്ക്കാം. ഇതുപോലെയുള്ള തലമുടിയല്ല വേണം, നമുക്കത് കെട്ടി വെച്ച പോലെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എത്ര ഇത് വെക്കാൻ പറ്റും. അപ്പോൾ അത് കൊണ്ട് നടക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ എനിക്കൊരു സംശയം തോന്നി, ഇപ്പോൾ ആൺകുട്ടികളൊക്കെ കിളിക്കൂടുതൽ കുളൂടുകൂടുന്ന് തലമുടികൾ വയ്ക്കുന്നുണ്ടല്ലോ, ഈ ഒരു സൗകര്യത്തിന് വേണ്ടിയാണോ എന്ന് ഞാൻ ആ സാറിനോട് അന്ന് ചോദിച്ചു. ഒരു വളരെ ഡിലിജൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഉണ്ട്, പേര് പറയുന്നില്ല, ലേഡിയാണ് കേട്ടോ. അവർ കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മാഡം എന്നോട് പറയുണ്ടായി, ആൺകുട്ടികളെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ യൂണിഫോം കണ്ട് അവർക്കൊരു പേടി തോന്നും. അല്ലോ മാഡം, സോറി മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേഗം സ്ഥലം വിടും. പെൺകുട്ടികൾ അങ്ങനെയല്ല, ആ ആൺകുട്ടിയുടെ കൈ പിടിച്ച് നിൽക്കട അവിടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നും മുഖവും നെയിം ബോർഡും കൂടെ വരുന്ന പോലെ ഫോട്ടോ എടുക്കും. പിറ്റേ ദിവസം അല്ലെങ്കിൽ ഈ ഇത് കഴിഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വന്നിരിക്കുക, എന്താ കാര്യം. എൻ്റെ മാഡം എന്താണ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തും പോലീസ് ഓഫീസർ അവരുടെ ഓഫീസറിനോടും ഒക്കെ ഉത്തരം പറഞ്ഞ് നമുക്ക് വയ്യാണ്ടായി പോകും. എന്നാലും എൻ്റെ കടമയാണ് സമൂഹത്തിനോട്, എൻ്റെ അനിയൻ ചെറിയ ഓഫീസറാണ്, പ്രായം കുറഞ്ഞ ഓഫീസറാണ്, ആ കടമ ഞാൻ ചെയ്യുന്നു എന്ന് ഓഫീസർ എന്നോട് പറയുകയാണ്. അവരും അണ്ടർ ട്രെമൻഡസ് പ്രഷർ. കാരണം ഇത് നടത്തുന്ന മാഫിയയുടെ കയ്യിൽ പൈസ മുഴുവൻ ഞാൻ പറയുന്നില്ല, ഭീഷണി. കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഓഫീസർമാരൊക്കെ. കുട്ടികളായിരിക്കും സ്കൂളിൽ പോകുന്നുണ്ട്, അച്ഛൻ എപ്പോഴും പുറകെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ പോലീസ് ജീപ്പിൽ കൊണ്ട് സ്കൂളിലാക്കാൻ പറ്റില്ല, പോലീസ് ജീപ്പിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അവർക്കും അതിൻ്റെതായ പേടിയുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഈ ക്യാമറയ്ക്ക് മുമ്പിൽ, എന്നാലും ഒരിക്കൽ കൂടെ പറയാണ്, അമ്പലത്തിൽ പോയിട്ട് അത് അമ്പലത്തിൽ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്ന തീർത്ഥത്തിനും ചന്ദനത്തിനൊപ്പം പൂവും കിട്ടും. ചിലപ്പോൾ ദേവിയെ ചാർത്തിച്ച പൂമാലയൊക്കെ കിട്ടും. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ അത് മുടിയിൽ ചൂടിക്കൊണ്ടാണ് വരുന്നത്. പറ്റാത്തൊരു ജനവിഭാഗം കേരളത്തിൽ കൊച്ചി കോർപ്പറേഷനിലുണ്ട്. എൻ്റെ ഡിവിഷനിലെ എറണാകുളം സൗത്ത് ഡിവിഷനിൽ ഒരു മാന്യ വ്യക്തി എന്നോട് പറഞ്ഞതാണ്, വൈകുന്നേരം അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് പോകുന്ന ഭാര്യയോട് പറഞ്ഞു, അതെ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പൂവൊന്നും ചൂടിക്കൊണ്ട് വരല്ലേ, വീട്ടിൽ വന്നിട്ട് നമ്മുടെ പൂജാമുറി കയറിയിട്ട് നമുക്ക് ആ പൂവ് തലയിൽ വെച്ചാൽ, തനിച്ചാണ് വരുന്നത്, പൂ വച്ച ഉടനെ മറ്റേതായി എന്ന വിചാരം. ഇവരുമായിട്ട് സമ്പർക്കമുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് ആയിട്ടൊന്നും വിചാരിക്കാം. അമ്പലത്തിൽ പോയി ഭഗവതിയെ പ്രസാദിച്ച് കിട്ടുന്ന പൂവ് തലയിൽ ചൂടാൻ പറ്റാതെ തപിക്കുന്ന സാധാരണ സ്ത്രീകളുള്ളൊരു സ്ഥലമുണ്ട്. ഇതൊക്കെ മാറണ്ടേ?
എന്തെന്നാണ് ഇവിടെ നടക്കുന്നത്? എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം എവിടെയാണ് കിട്ടുന്നതെന്നറിയാം, എങ്ങനെയാണ് കിട്ടുന്നതെന്നറിയാം. പല സ്ത്രീകളെയും പുരുഷന്മാരെയും ഞാൻ തന്നെ അയച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വിളിച്ച് പറയുന്നുണ്ട്. പോലീസ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ പോയി ചെക്ക് ചെയ്ത് അവരെ മാറ്റിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ അവർ അതേ സ്ഥലത്ത് തിരിച്ചെത്തും. ഫോൾഡിംഗ് ടേബിൾ മാത്രം മതി, 2 കല്ല് കൂട്ടി വെച്ച് അതിൻ്റെ ഉള്ളിലാണ് ഇരിപ്പ്. ഒരു ഫോൾഡിംഗ് ടേബിൾ, അപ്പൊ അത് മാറ്റിയപ്പോൾ വെറുതെ സഞ്ചിയും തൂക്കി പിടിച്ച് നിൽക്കുക. എന്തെന്നാണ് പ്രജിത? ഇത് ജനങ്ങൾക്ക് പ്രതികരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, പേടിയാണ്. കൗൺസിലറാണെന്ന് അറിയാണ്ട് തന്നെ അറിയില്ല, ആ പയ്യനറിയില്ല, ഈ ലഹരിയുടെ ആളാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്താണ് ഈ കാണിക്കുക? എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ചീത്ത സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ, നാട് മുഴുവൻ നന്നാക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പൊടി കാശുകാരി എന്നും പറഞ്ഞിട്ട് എൻ്റെ കാറിൽ കൂടെ എന്തോ വലിച്ച് ഒരച്ചോണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ പ്രതികരിക്കാൻ ജനങ്ങൾക്ക് പേടിയാണ്. പുറകെ ഞാൻ ഓടുന്നതുകൊണ്ട് കൂടെ ഓടി. പക്ഷെ ആ കുട്ടി എവിടെയോ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അത് തിരിഞ്ഞിന്ന് എന്നെയോ എൻ്റെ കൂടെ ഓടിയ ആൾക്കാരൊന്നും കുത്തിയിരുന്നെങ്കിൽ മരിച്ചൊന്നും പോകില്ല. പക്ഷെ ആ വേദന അനുഭവിക്കണോ? വീട്ടുകാരെ വിഷമം അനുഭവിക്കണോ? ഇതിന്റെ പുറകിൽ ആരാന്ന് റാക്കറ്റ് എന്നറിയോ? സാധാരണക്കാർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അവര് വിളിച്ചു പറയാത്തത്. ഒപ്പിട്ട് കൊടുക്കണം, ഇത് പിടിച്ചു കഴിയുമ്പോൾ നിഷ്പക്ഷനായ ഒരു വ്യക്തിയും കൂടെ ഒപ്പിടണം. ഒപ്പിടാൻ പോലും ആൾക്കാർക്ക് പേടിയാണെന്നേ. ഇതൊരാളല്ലല്ലോ, ഇതിന്റെ ചുറ്റും ഒരു മാഫിയ 25-30 കിലോ കഞ്ചാവും MDMA ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ വരുന്ന. അതിനാണ് കോടിക്കണക്കിന് രൂപയുടെ വില വരുന്നത് ചെറിയ രാസലഹരികൾക്കാണ്. അതിന്റെ പുറകിലൊരു മാഫിയ ഉണ്ടാവുമല്ലോ. പേടിയാണ്. ഞങ്ങൾ എന്തിനു കൗൺസിലർ ഇതിലൊക്കെ പോയി തലവെക്കണം എന്നാണ് പറയുന്നത്. കൗൺസിലറിന്റെ ജോലി, കൗൺസിലറിന് അതൊരു പത്രപ്രവർത്തക എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ട്. പക്ഷെ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഈ പോലീസ് ഓഫീസേഴ്സിന് ധൈര്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ ഉറച്ച നട്ടലോടുകൂടെ ആഭ്യന്തരമന്ത്രി നിൽക്കുന്നു എന്ന് അവർക്കും കൂടെ തോന്നണം. എന്ത് വന്നാലും ഇവർക്കെതിരെ ഒരു മാഫിയ അറ്റാക്കോ ഇവരുടെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് പ്രൊട്ടക്ട് ചെയ്യാനും അവർക്കൊപ്പം നിൽക്കുവാനും ഞങ്ങൾ ഉണ്ടാകും എന്നൊരു തോന്നൽ പോലീസ് ഓഫീസേഴ്സിന് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അവർ ഡിലിജൻ്റ് ആയിട്ട് നിയമം അനുസരിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുകയുള്ളൂ. അവരും മനുഷ്യർ തന്നെയാണ്. കുത്തിയ അവർക്കും വേദനിക്കും. അവർക്ക് കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്കും അത് തീരാ വേദന തന്നെയായിരിക്കും. സിനിമകളിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര വൈറലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരാണും പെണ്ണും അവര് മദ്യപാനമാണോ ലഹരിയാണോ എന്നറിയില്ല, റോട്ടിൽ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാണ്. ഇതിപ്പോ ഭയങ്കര മോശം കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുക, പോലീസിനെതിരെ പറയുക. ഇതിന് കുറച്ച് നാൾ മുമ്പേ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം, ഈ സംസ്കാര ജംഗ്ഷനിൽ ഇതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഒരു പെൺകുട്ടി, ഞാനത് എടുത്തു പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് മനഃപൂർവ്വം തന്നെ പറയുന്നത്, കാരണം ഈ പെൺകുട്ടികളും ഇതിന് അടിമപ്പെട്ടിട്ട് ഒന്ന് അവരുടെ ഒരു കയ്യാളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് അടിമപ്പെട്ടത് കൊണ്ടാണ് ഒരുപക്ഷെ പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ നമുക്കിത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഒറ്റപ്പെട്ട സംഭവം ലഹരി ഉപയോഗിക്കാത്ത ആളുകളാണ്. ലഹരി അല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ മദ്യപാനം ഇല്ലാത്തവരാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അവരെ പുച്ഛാണ്, അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. എന്തോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവർ ചെയ്ത മുൻജന്മ സുഹൃതത്തിന്റെ ഫലമായിട്ടാണ് അവരിതൊന്നും അടിമയാവാണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് സഹപാഠികളും കൂടെ പഠിക്കുന്നവരും. ഈസി മണി. ലോകം വേറൊരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെ പ്രലോഭിക്കുകയാണ്. ഇതൊന്ന് കൊടുക്ക അങ്ങോട്ടേക്ക്, അത്രയല്ലേ ഉള്ളൂ. നീ കഴിച്ചില്ലെങ്കിലും വേണ്ട, നീ ഒന്ന് കൊടുക്ക്. അല്ലെങ്കിൽ മുട്ടായി പോലെ ഈ ചെറിയ ലഹരി കൊടുത്ത് അവരെ അതിനെ അടിമപ്പെടുത്തിയിട്ടാണ് ഈ ചതിക്കുഴിയിലേക്ക് വീട്ടുന്നത്. കഴിച്ചു തുടങ്ങിയ പിന്നെ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമുക്കത് പറയാനേ പറ്റില്ല, ബിക്കോസ് നമ്മൾ രണ്ടുപേരും അത് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഒരു സ്കൂളിന് മുമ്പിൽ തന്നെ 2 രൂപയുടെ ഒരു ലോലിപോപ്പ് ഉണ്ട്. സെയിം പോലെ തന്നെ സെയിം സൈസിലും സെയിം ഇതിലും 5 രൂപയുടെ ഉണ്ട്. ഇതെന്താണ് വ്യത്യാസം? 5 രൂപയുടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 5 കൊടുക്കും. 5 കൊടുക്കും പിന്നെ കുട്ടികൾക്ക് 5ന്റെ തന്നെ മതി. പക്ഷെ ഇത് ആരന്വേഷിക്കുന്നു? ആര് പറയുന്നു? ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ കണ്ണ് കാരണം ചത്ത മീനിന്റെ കണ്ണ് പോലെയാണ്. അവർക്ക് 2 മണിക്കൂർ ഫ്രീ അവർന്നേ വിചാരിക്കുന്നുള്ളൂ. ഈ വിരുദ്ധ ക്ലാസ്സുകൾ ഒന്നും ഒരു കാര്യവുമില്ല. അത് ഇല്ലാതെയാക്കണം. ലഹരി വിരുദ്ധ കേന്ദ്രങ്ങൾ, ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകട്ടെ. 1 കൊല്ലം സ്കൂളോ 6 മാസം സ്കൂളോ അടച്ചിടും.
എന്നിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ബോധവൽക്കരണം കൊടുക്കട്ടെ, അവർ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. സ്കൂളിലേക്കെന്നും പറഞ്ഞ് ബാഗും തൂക്കി ഇറങ്ങുമ്പോഴാണല്ലോ അച്ഛനമ്മമാർക്ക് അവർക്കുള്ള പൈസ കൊടുക്കണം, ഉച്ചയ്ക്ക് ഊണിനുള്ള പൈസ കൊടുക്കണം, ബസ് കൂലി കൊടുക്കണം, പോക്കറ്റ് മണി കൊടുക്കണം. വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കോവിഡ് സമയത്തും വീട്ടിലിരുന്നാണല്ലോ പഠിച്ചത്. വീട്ടിലിരുന്നൊരു പഠിച്ചു നോക്കട്ടെ. ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കും അതേ ഒരു പോം വഴിയായിട്ട് കാണുന്നുള്ളൂ. കാരണം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവരെ കൈയിട്ട് അവരെ പിടികൂടാനായിട്ട് ശരിക്കും ആ നീരാളിപ്പിടുത്താണ്. നമ്മൾ പറയില്ല, നീരാളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. കുട്ടികളുടെ ഭാവി പോയി, അച്ഛനമ്മമാരുടെ ഭാവി പോയി. മോളെ ഒരു കാര്യം കൂടെ പറയാം. ഒരിക്കൽ ഒരു സഹപ്രവർത്തകർ പറഞ്ഞ കാര്യമാണ്. അവർ സൂയിസൈഡ് അങ്ങനത്തെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർക്കൊരു ഫോൺ കോൾ വന്നു, ഒന്ന് പെട്ടെന്ന് വരണം, ഒന്ന് ഹെൽപ്പ് ഇതിന് വരണം. എൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഇങ്ങനെ അമ്മയില്ല, മോള് പൂർണ്ണ നഗ്നയായിട്ട് വീട്ടിൽ കിടന്നു. അച്ഛൻ ജസ്റ്റ് റിട്ടയർ ചെയ്തൊരു ഗവൺമെൻറ് ഓഫീസർ തന്നെ. അമ്മ തിരുവനന്തപുരത്ത് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു. വരണമെന്ന് ചെന്നപ്പോൾ ഈ കുട്ടി നൂൽബന്ധമില്ലാതെ 24 വയസ്സുണ്ട്, കിടക്കാണ് ഡ്രോയിങ് റൂമിൽ. ഫുൾ ലഹരിക്ക് അടിമയാണ്. അടുത്ത് ചെന്ന് പോലീസിനെയും കൊണ്ടാണ് ഇവർ ചെന്നത്. അടുത്തുനിന്ന് ഉടുപ്പൊക്കിടന്ന് നോക്കിയിട്ടും വളരെ റെസിസ്റ്റൻസ് കാണിക്കുക. അപ്പോഴേക്കും അമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു. അച്ഛനടുത്തേക്ക് വരാൻ പറ്റില്ല. എന്താണ് പീഡനം എന്ന് ഇപ്പം പറഞ്ഞ അച്ഛൻ, അതാണ് അച്ഛൻ ഫോൺ ചെയ്ത് ഇവരെ വരുത്തിയത്. അങ്ങനെ ആ കുട്ടിയെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. മറ്റൊരു കേസ്, ഈ ഒരു പെൺകുട്ടി അച്ഛനും അമ്മയും പറഞ്ഞു ഇവിടെ ഇത് പറ്റില്ല, ലഹരി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് അയക്കാണ്ടായപ്പോൾ കേസ് കൊടുത്തു. എന്നെ പുറത്ത്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, എന്നെ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ പോലീസ് വന്ന് ഈ കുട്ടി റിലീസ് ചെയ്ത് വന്നു. പിന്നെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഈ കുട്ടി സബ്മിറ്റ് ചെയ്തു. എന്താണ്, വക്കീലിൻ്റെ അനുവാദത്തോടെ. ഞങ്ങൾക്ക് ഈ മോളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഇവളെന്തെങ്കിലും ഇങ്ങനത്തെ കേസിൽ കുടുങ്ങുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരണ്ട. തീർച്ചയായിട്ടും വരുമല്ലോ. ലഹരി അവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരും. അവൾക്ക് എന്തൊക്കെ സംഘങ്ങളായിട്ട് ബന്ധം, ഇവരും അറിയാണ്ട് അതിൽ ചിലപ്പോൾ കക്ഷി ചേരുകയോ ചേരാണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യും. എന്ന് ആലോചിച്ചൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കുടുംബങ്ങളും നിൽക്കുകയാണ്. മോളെ അവർക്ക് കൈയൊഴിയേണ്ടി വന്നു. ഇപ്പം നമുക്കത് പറയാൻ കാരണം നമ്മുടെ മക്കളല്ലാത്തതന്നെ. എന്നിട്ട് പോലും ഞാൻ ഒത്തിരി വികാരം കൊണ്ട് ഇതായി പോകുന്നു. പക്ഷെ നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമ്മൾ സംരക്ഷിക്കണം. അതിന് വേണമെങ്കിൽ ഒരു കൊല്ലം നമ്മളുടെ കോവിഡ് സമയത്ത് എന്ന പോലെ വീട്ടിൽ പഠിക്കിട്ട് അവർ അസ്വസ്ഥരാകും പുറത്തിറങ്ങാൻ പറ്റാണ്ട്. പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലേ വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി?